കഥയെ ആരംഭിക്കുന്നത് ലിയങ് ഡു എന്നു പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ലിയങ് ഡു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ വെറുമൊരു മാർഷൽ ആർട്ടിസ്റ്റ് അല്ല, 9ഓളം ആയോധന കലകളിൽ ഏറെ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിയാണ് അവൻ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവിക്കാനായി പ്രത്യേകിച്ച് അവൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അച്ഛന്റെ ഷോപ്പിൽ ഡെലിവറി ബോയായൊക്കെ അവൻ ജോലി നോക്കും. ബാക്കി ഒഴിവ് സമയം കൂട്ടുകാരോടൊത്ത് ഗെയിം കളിക്കും. അങ്ങനെ ലിയങ് ഡുവിന്റെ ദിവസങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഒന്ന് സംഭവിച്ചു. ഒരു ഡെലിവറി കഴിഞ്ഞ് അവൻ നിൽക്കുമ്പോൾ അവിടുത്തെ തെരുവിൽ ഒരു പോരാട്ടം കണ്ടു. രണ്ടുപേർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. അതിലിടപെടാൻ വേണ്ടി അവൻ കടന്നു ചെന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് കൂട്ടത്തിൽ ഒരാൾ ജയിലിൽ നിന്നിറങ്ങിയ വ്യക്തിയാണ്. അയാൾ ചെയ്യാൻ പോകുന്ന കുറ്റകൃത്യത്തിൽ നിന്ന് തടയാൻ ശ്രമിക്കുകയായിരുന്നു അയാളുടെ ചുമതലയുള്ള മാർഷൽ ആർട്സ് ഓഫീസർ, അതായത് പ്രൊബേഷനറി ഓഫീസർ. കൊറിയയിലൊക്കെ അങ്ങനൊരു സംഭവമുണ്ട്. അതായത് ഒരു പ്രധാന പ്രതി ജയിലിൽ നിന്ന് ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അടുത്ത കുറച്ചധികം നാളുകളിലേക്ക് അയാൾ നിരീക്ഷണത്തിലായിരിക്കും. അയാളൊരു GPS ബാൻഡ് ധരിച്ചിരിക്കും. അയാളെ നിരീക്ഷിക്കുവാൻ ഒരു ടീമും അതിൽ കുറെ ഉദ്യോഗസ്ഥരും ഉണ്ടാകും. എക്സ് പ്രിസണറായ വ്യക്തി ഓഫീസറെ അറ്റാക്ക് ചെയ്തത് കണ്ടതും ലിയങ് ഡു ഓഫീസറുടെ പക്ഷത്തു നിന്ന് സഹായിച്ചു. അക്രമിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അന്നത്തെ ആ പ്രവൃത്തിയുടെ പേരിൽ നല്ലൊരു ധീരതയ്ക്കുള്ള അവാർഡും അവന് ലഭിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടായിരുന്നു കിം സോൺ മിന്നിനെ ആദ്യമായിട്ട് അവൻ പരിചയപ്പെടുന്നത്. കിം സോൺ മിൻ ഇലക്ട്രോണിക് സർവൈലൻസ് ഡിവിഷന്റെ മാനേജറാണ്. അതായത് ഈ പ്രൊബേഷൻ ഇറങ്ങുന്ന ജയിൽ പുള്ളികൾക്ക് കയ്യിൽ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ധരിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ, അതിന്റെ സൂപ്പർവിഷനും കാര്യങ്ങളുമൊക്കെ നോക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരുമാണ്. രാജ്യമൊട്ടുക്കും 5000ഓളം കുറ്റവാളികൾ ഇത്തരത്തിൽ ഡിവൈസുകൾ ധരിക്കുന്നുണ്ടെന്നും നിലവിലിപ്പോൾ കുറ്റവാളികളെ നിരീക്ഷിക്കാൻ പറ്റാത്ത അത്രയും തരത്തിൽ ജോലിഭാരം വർദ്ധിച്ചിരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. 24 മണിക്കൂറും 7 ദിവസവും മാർഷൽ ആർട്സ് ഓഫീസേഴ്സ് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിഫ്റ്റുകൾ മാറിയാണ് അവർ ജോലി നോക്കുന്നത്. നിലവിലിപ്പോൾ അവരിലൊരു മാർഷൽ ആർട്സ് ഓഫീസറിനാണ് കഴിഞ്ഞ പ്രതിയുടെ ആക്രമണത്താൽ പരിക്ക് നേരിട്ടിരിക്കുന്നത്. പെട്ടെന്ന് അതിനു പകരം മറ്റൊരാളെ കണ്ടെത്തൽ അത്ര ഈസിയല്ല. കഴിയുമെങ്കിൽ ലിയങ് ഡുവിനോട് അതിനായി ജോയിൻ ചെയ്യുന്നു എന്ന് കിം തിരക്കി. അവന്റെ പെർഫോമൻസിൽ സീനിയർ മിസ്റ്റർ ചോ അടക്കം ഇംപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണെന്നും അവൻ സമ്മതിക്കുകയാണെങ്കിൽ ടെമ്പററിയായി മാർഷൽ ആർട്സ് ഓഫീസറായി ജോയിൻ ചെയ്യാനും സാധിക്കും എന്നും കിം വ്യക്തമാക്കി. നിഷ്കളങ്കരായ സാധാരണ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണല്ലോ. സന്തോഷത്തോടെ ലിയങ് ഡു ഓക്കെ പറഞ്ഞു. പിന്നാലെ തന്റെ കൂട്ടുകാരെ കണ്ട് സംസാരിക്കുമ്പോൾ 3 ഷിഫ്റ്റിലുള്ള തനിക്ക് കിട്ടാൻ പോകുന്ന ജോലിയുടെ കാര്യം അവൻ കൂട്ടുകാരോട് ഡിസ്കസ് ചെയ്തു. വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയായിരിക്കും എന്ന തരത്തിലൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ലിയങ് ഡുവിന് ഒക്കെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നും അവർ വിശ്വസിച്ചിരുന്നു. ലിയങ് ഡു പിന്നാലെ തന്റെ അച്ഛനെ ചെന്ന് കണ്ടു. തനിക്കുള്ള ആ ജോബ് ഓഫറിനെ പറ്റി പറഞ്ഞു. അച്ഛനും അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. റെസ്റ്റോറന്റിന്റെ കാര്യമൊക്കെ താൻ നോക്കിക്കോളാമെന്നും അവനോട് പോയി അവൻ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനും അച്ഛൻ ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം സോൾ കറക്ഷണൽ സെന്ററിലേക്ക് തന്റെ ജോലിക്കായി യങ് ഡു ഹാജരായി. കിം തന്നെ തന്റെ ടീമിന് മുഴുവൻ യങ് ഡുവിനെ പരിചയപ്പെടുത്തി. മിസ്റ്റർ ചോയ്ക്ക് പകരം തൽക്കാലത്തേക്ക് യങ് ഡു ആയിരിക്കും തങ്ങളുടെ ടീമിൽ സേവനമനുഷ്ഠിക്കുക എന്നും കിം എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. പിന്നാലെ സീനിയർ ഓഫീസറായ ഹാഡോങ് വാണിനെ അവൻ പരിചയപ്പെട്ടു. ട്രാക്കിംഗ് പ്രോഗ്രാം എങ്ങനെ യൂസ് ചെയ്യണം എന്നവന് വിശദീകരിച്ചു കൊടുത്തത് ഡോങ് വോൺ ആയിരുന്നു. ഓഫീസ് കമ്പ്യൂട്ടർ മുഖേന ഓരോ പ്രതിയുടെയും കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസ് പരിശോധിച്ച് നമുക്ക് അവരുള്ള ലൊക്കേഷൻ അപ്പോൾ തന്നെ മനസ്സിലാക്കാം. 30% താഴെ ചാർജ് അവരുടെ ഇലക്ട്രോണിക് ഡിവൈസിന് സംഭവിച്ചാൽ മഞ്ഞ നിറത്തിൽ അത് പ്രകടമാവുകയും നമ്മളെ ഇൻഫോം ചെയ്യുകയും ചെയ്യും. ഉടനടി അവരെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഡിവൈസ് ചാർജ് ചെയ്യാൻ ആവശ്യപ്പെടണം. അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയി കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. യങ് ഡു പിന്നാലെ ജോലിയിൽ ഏർപ്പെടാൻ ആരംഭിച്ചു. കമ്പ്യൂട്ടറിൽ അവൻ ഏർപ്പെടുത്തിക്കൊടുത്ത കുറ്റവാളികളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു കുറ്റവാളിയെ സൂചിപ്പിക്കുന്ന ഐക്കൺ യെല്ലോ നിറത്തിലേക്ക് മാറുന്നതും ബാറ്ററി കുറവാണ് എന്ന് സൂചിപ്പിക്കുന്നതും. ഉടനടി യങ് ഡു അയാളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ലീ യങ്ഹു എന്നായിരുന്നു ആ കുറ്റകൃത്യം ചെയ്തിരുന്ന വ്യക്തിയുടെ പേര്. പീഡനക്കുറ്റത്തിന് ജയിലിൽ പോയ വ്യക്തിയാണ്. 2 തവണ യങ് ഡു അയാളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അയാളിൽ നിന്ന് കാര്യമായ മറുപടി കിട്ടിയില്ല. 3ാമത് വിളിച്ചപ്പോഴോ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലും. പിന്നാലെ ഓഫീസേഴ്സിനോട് യങ് ഡു അത് റിപ്പോർട്ട് ചെയ്തു. ഉടനടി കിമ്മിനൊപ്പം യങ് ഡുവും ചേർന്ന് പ്രതിയുടെ ലൊക്കേഷനുള്ള ഇടത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഒരു ഹൗസിംഗ് കോംപ്ലക്സിനടുത്തേക്ക് അവർ എത്തിച്ചേരുകയാണ്. പുറത്തെത്തിയതും ജനൽസിന് ഗ്രില്ലില്ലെന്നും ഫ്രണ്ട് വഴി കയറി ചെന്നാൽ ജനൽ വഴി അവൻ പുറത്തു ചാടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് യങ് ഡു ആദ്യമേ കിമ്മിനെ അറിയിച്ചു. യങ് ഡു അവിടെ വെയിറ്റ് ചെയ്തു. കിം നേരെ ചെന്ന് പ്രതിയുടെ വാതിലിൽ മുട്ടി. ഈ സമയം പ്രതിയാകട്ടെ വീടിനുള്ളിൽ ഒരു ലേഡിയെ ബലമായി പിടിച്ചുവെച്ച് ഉപദ്രവിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കിമ്മിന്റെ കോളിംഗ് ബെൽ മുഴങ്ങിയതും അകത്തുണ്ടായിരുന്ന പ്രതി പാനിക് ആവാൻ ആരംഭിച്ചു. അകത്തുണ്ടായിരുന്ന പെൺകുട്ടിയാണെങ്കിൽ സഹായത്തിന് അലറി വിളിക്കുകയും ചെയ്തു. രക്ഷപ്പെടാനായി പ്രതി പിൻവഴിയുള്ള ജനൽ തകർത്ത് പുറത്തു ചാടാൻ ശ്രമിച്ചു. ഇതേ സമയം കിമ്മാകട്ടെ അകത്ത് കടന്ന പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയിരുന്നു. പ്രതി ജനൽ വഴി
പുറത്തു ചാടിയെങ്കിലും പുറത്തെ യങ്ഡു നോക്കിയിരിക്കുകയാണല്ലോ. തന്റെ മികച്ച ആയോധനകലാ കഴിവുപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ യങ്ഡു അവനെ അങ്ങ് കീഴ്പ്പെടുത്തി. വീണ്ടും യങ്ഡു തന്റെ ജോലിയിൽ തുടരാൻ ആരംഭിച്ചു. ഒരു ദിവസം അത്തരത്തിൽ നോക്കിക്കൊണ്ടിരിക്കെ യങ്ഡുവിന് വീണ്ടും ഒരു യെല്ലോ സിഗ്നൽ ലഭിച്ചു. ലീ ജോങ്ങിൻ എന്ന് പേരുള്ള ഒരു കുറ്റവാളിയെ സൂചിപ്പിക്കുന്ന ഐക്കണായിരുന്നു അത്. ഒരു ചൈൽഡ് കെയർ ഫെസിലിറ്റിയുടെ സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ അയാളുടെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അന്വേഷണത്തിനായി മിസ്റ്റർ കിമ്മിനൊപ്പം യങ്ഡുവും അങ്ങോട്ടേക്ക് ചെന്നു. അന്നത്തെ ജോലി നല്ല രീതിയിൽ മുമ്പോട്ട് പോയിരുന്നു. അന്ന് വൈകുന്നേരം യങ്ഡുവിനൊപ്പം ഗ്രില്ല് കഴിച്ച് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ കിം ആഗ്രഹിച്ചു. കിമ്മിനെ യങ്ഡു ആണെങ്കിൽ തന്റെ മുതിർന്ന ചേട്ടനെ പോലെ നോക്കിക്കാണുകയും ചെയ്തിരുന്നു. യങ്ഡുവിന് പക്ഷേ അന്ന് കൂട്ടുകാർക്കൊപ്പം ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഗ്രില്ലിങ്ങിന് കൂടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് യങ്ഡു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പക്ഷേ കിം യങ്ഡുവിനൊപ്പം യങ്ഡുവിന്റെ കൂട്ടുകാരെ കാണാൻ അന്ന് പോയിരുന്നു. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ താനിങ്ങനെ മാർഷൽ ആർട്സ് പഠിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾക്ക് കുറ്റകൃത്യങ്ങളോടുള്ള വാസന കുറയുവാൻ വേണ്ടിയിട്ടാണ് എന്ന് യങ്ഡു കിമ്മിനടുക്കൽ പറഞ്ഞു. എല്ലാവർക്കും ആയോധനകല അറിഞ്ഞിരുന്നാൽ ഏവരും സുരക്ഷിതരായിരിക്കും എന്നും അവൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ സമയത്താണ് ജോലിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് മാനേജർ യൂൺ ഡോങ്ജുവിന് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഹാൻ ജൂങ്കു എന്ന് പേരുള്ള ഒരു പ്രതിയുടെ മോണിറ്ററിംഗ് ഡിവൈസ് 30% താഴെയായിരിക്കുന്നു എന്നായിരുന്നു അത്. വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ ഫോൺ ഓഫായിരുന്നു. പിന്നാലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ കിമ്മിന് കാര്യങ്ങൾ കൈമാറി. ഉടനടി കിമ്മിനും യങ്ഡുവിനും അയാളുള്ള ഇടത്തേക്ക് പോകണമായിരുന്നു. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി അവരറിഞ്ഞു. മുൻ കുറ്റവാളിയായിരുന്ന മിൻഡോ വോങ് അൺറെസ്പോൺസീവായ അവസ്ഥയിലാണുള്ളത്. കർഫ്യൂവിന് ശേഷം അയാളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല എന്നായിരുന്നു അത്. അവരിരുവരും അപ്പോഴുള്ളത് മിൻഡോ വോങ് ഉള്ള ഏരിയയിലായിരുന്നു. അതുകൊണ്ട് കിമ്മും യങ്ഡുവും ആദ്യം മിൻഡോ വോങ്ങിന്റെ ഇടത്തേക്ക് പോയി. പോകുന്ന വഴിയിൽ മിൻഡോ വോങ്ങിന്റെ ആംഗിൾ ബ്രേസ്ലെറ്റ് കട്ട് ചെയ്യപ്പെട്ട് കിടക്കുന്ന കാര്യം അവർ കണ്ടെത്തി. അതിനർത്ഥം മിൻഡോ വോങ് ഇപ്പോൾ ട്രാക്കിംഗ് ഒന്നുമില്ലാതെ സുരക്ഷിതമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒരു കുറ്റകൃത്യം എപ്പോൾ വേണമെങ്കിലും അരങ്ങേറാം. എത്രയും വേഗത്തിൽ അവനെ കണ്ടെത്തിയേ പറ്റൂ. ഭാഗ്യവശാൽ യങ്ഡുവിന്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. മോയിസ്ചർ എന്ന ആ സുഹൃത്തിനെ അവർ വിളിച്ചു വരുത്തി. മോയിസ്ചർ ഡ്രോൺ ക്യാമറയിൽ അതിവൈദഗ്ധ്യമുള്ളവനാണ്. മോയിസ്ചർ ഡ്രോൺ പറത്തി പ്രതിയെ പിടികൂടാനുള്ള സഹായങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. തിരച്ചിലിൽ വളരെ പെട്ടെന്ന് തന്നെ മിൻഡോ വോങ്ങിനെ കണ്ടെത്താൻ കിമ്മിന് കഴിഞ്ഞു. ഒരു തെരുവിലൂടെ ഒറ്റയ്ക്ക് മിൻഡോ വോങ് നടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. താൻ പോയി അവനെ കീഴ്പ്പെടുത്താം എന്ന് യങ്ഡു പറഞ്ഞു. സൂക്ഷിക്കണമെന്നും മിൻഡോ വോങ്ങിന്റെ പക്കൽ ഒരു കത്തി എപ്പോഴും ഉണ്ടാവുന്നതാണ് എന്നും കിം വാൺ ചെയ്തു. ഇയർബഡിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് മിൻഡോ വോങ്ങിനെ പിടികൂടാൻ യങ്ഡു അവനെ ലക്ഷ്യമാക്കി ഓടി. ഒടുവിൽ മിൻഡോ വോങ്ങിന്റെ മുമ്പിലേക്ക് യങ്ഡു എത്തിച്ചേരുകയാണ്. അവർ തമ്മിൽ വലിയൊരു പോരാട്ടം നടന്നു. തന്റെ മികച്ച ആയോധനകലാ മികവുകൊണ്ട് പ്രതിയെ മലർത്തിയടിക്കാൻ വരെ അവന് സാധിച്ചു. അപ്പോഴാണ് പ്രതി തന്റെ കയ്യിലെ കത്തിയെടുത്ത് കഴുത്തിൽ ചേർത്ത് വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ആംഗിൾ മോണിറ്റർ ഇട്ട് നടന്നിരുന്ന തന്നെ ഏവരും കളിയാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് തന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ അയാൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. പിന്നാലെ അയാൾ ഒരു കാര്യം വ്യക്തമാക്കി. അയാൾ അപ്പോൾ പോയിരുന്നത് അയാളുടെ തന്നെ ഒരു കൂട്ടുകാരനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നത്തെ അവരുടെ ഡ്യൂട്ടിയും ആ സംഭവത്തോടെ കഴിഞ്ഞിരുന്നു. പിന്നീട് യങ്ഡു വീട്ടിലെത്തിയപ്പോ അച്ഛനോട് സംസാരിച്ചു. തന്റെ പ്രിയപ്പെട്ട കിം എന്ന മാനേജറെ പറ്റി, സുപ്പീരിയർ ഓഫീസറെ പറ്റി ഏറെ സ്നേഹത്തോടെ അവൻ അച്ഛനോട് സംസാരിച്ചു. ഈ സമയം അവന്റെ അച്ഛൻ കാങ് കിയങ് എന്ന് പേരുള്ള ഒരു പ്രതിയെ പറ്റിയുള്ള വാർത്ത കേൾക്കുകയായിരുന്നു. വളരെയധികം നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ് അയാൾ. വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് അയാൾ ഇറങ്ങാൻ പോവുകയാണ്. 15ഓളം കുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അയാൾ പ്രതിയായിരുന്നു. പുറത്തിറങ്ങിയ അയാൾ ഇനിയും കുറ്റകൃത്യം ആവർത്തിക്കുമോ എന്നേവരും ഭയപ്പെട്ടിരുന്നു. പക്ഷേ എന്നിരുന്നാലും പ്രതികൾക്കുള്ള അവകാശങ്ങൾ വെച്ചിട്ടാണ് അയാൾ ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത്. സാധാരണ പ്രതികളെ പോലെയല്ല. കാങ് കിയോങ്ങിന്റെ കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റിയോടെ പ്രൊബേഷൻ ടീമിന് പ്രവർത്തിക്കേണ്ടി വരും. കിമ്മും സംഘവും അതിനെപ്പറ്റി നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥ തന്നെ മോശമാണ്. ഓരോ ഓഫീസേഴ്സും 20ഓളം പ്രതികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്ത് കാങ് കിയോങ്ങിനെ കൂടി നല്ല രീതിയിൽ നിരീക്ഷിക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. ഇതേ സമയം യങ്ഡു ആകട്ടെ തന്റെ ആന്റിയുടെ കടയിൽ പോയി ഒരു ഹെയർ കട്ടിംഗ് നടത്തി. അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഗുംനാം എന്ന പേരുള്ള ഒരു മുൻകാല പീഡനവീരനായിട്ടുള്ള വ്യക്തി ഒരു പെൺകുട്ടിയോട് കുറച്ച് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നത് അവൻ നോട്ടീസ് ചെയ്തിരുന്നു. ഉടനടി അവനത് മിസ്റ്റർ കിമ്മിന് റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ ഗുംനാമിനെ ട്രാക്കിംഗ് ഡിവൈസ് വെച്ച് നല്ല രീതിയിൽ അവൻ നിരീക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു ഗുംനാമിന്റെ ഡിവൈസ് ഓഫായത്. അതോടെ അവർ മാനുവൽ സെർച്ച് ഗുംനാമിനു വേണ്ടി ആരംഭിച്ചു. അവസാനമായി ഗുംനാം ഉണ്ടായിരുന്നിടത്ത് ലോക്കൽ ഷോപ്പ് കീപ്പേഴ്സിനോടൊക്കെ ഗുംനാമിനെ പറ്റി അവർ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ കാര്യമായ വിവരങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം ഗുംനാം ആകട്ടെ പോയത് യങ്ഡോവിന്റെ ആന്റിയുടെ ബാർബർ ഷോപ്പിലേക്കായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു കയറി ആന്റിയെ പീഡിപ്പിക്കാൻ അയാൾ ശ്രമം ആരംഭിച്ചു. ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഗുംനാമുള്ള ഏരിയ ഈ സമയം കൊണ്ട്
കൊണ്ട് യങ്ഡു മനസ്സിലാക്കിയിരുന്നു. കൃത്യമായി ഒരു ഇൻഡ്യൂഷനിൽ ആന്റിയുടെ കാര്യം തോന്നിയ യങ്ഡു ഉടനടി അങ്ങോട്ടേക്ക് വെച്ചുപിടിച്ചു. അവിടുത്തെ വിൻഡോ തകർത്തകത്ത് കടന്ന അവൻ ഗുംനാമിനെ ബന്ധിപ്പിച്ചു. അടുത്ത ദിവസം യങ്ഡുവിന്റെ അച്ഛനായിരുന്നു യങ്ഡുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്ന ഈ ജോലി തനിക്കേറെ ഇഷ്ടമാവുന്നുണ്ടച്ച എന്നവൻ അച്ഛനോട് പറഞ്ഞു. മറുവശത്ത് കറക്ഷണൽ ഫെസിലിറ്റിയിൽ ഒരു യോഗം നടക്കുകയായിരുന്നു. ചീഫ് ഉദ്യോഗസ്ഥയായ മിറണ്ട പുറത്തിറങ്ങാൻ പോകുന്ന കാങ്കിയോങ്ങിനെ നിരീക്ഷിക്കാൻ 2 ഓഫീസേഴ്സിനെ നിർബന്ധമായും നിയോഗിക്കണം എന്നാവശ്യപ്പെട്ടു. മാത്രമല്ല ഫൈനാൻസ് മിനിസ്ട്രി പുതിയ 2 ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൂടി പാസാക്കിയിട്ടുമുണ്ട്. എന്നിരുന്നാലും തേർഡ് ഷിഫ്റ്റിലേക്ക് വേണ്ടിയുള്ള അഡീഷണൽ മാൻ പവറിന്റെ കാര്യം ഫിനാൻസ് മിനിസ്ട്രി നിരാകരിച്ചിരുന്നു. അവരുണ്ടായിരുന്ന കിം ഡേ ടൈം ഓഫീസേഴ്സിന്റെ ആവശ്യകതയെപ്പറ്റി ഒന്നുകൂടി ആവശ്യമുന്നയിച്ചു. പ്രധാന കാര്യം എന്തെന്നാൽ കാങ്കിയോങ്ങിന്റെ പ്രവൃത്തികളിൽ കൂടുതലും സംഭവിച്ചിട്ടുള്ളത് സ്കൂൾ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ ടൈമിൽ കൂടുതൽ പേർ കാങ്ങിനെ നിരീക്ഷിക്കാൻ ആവശ്യമാണ്. രാവിലെ അച്ഛനുമായി കാര്യങ്ങൾ കൂടുതൽ വിശദമായി സംസാരിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് ഓഫീസിലേക്ക് എത്തിയപ്പോൾ കിമ്മിനെ കണ്ട യങ്ഡു തനിക്ക് സ്ഥിരമായി മാർഷൽ ആർട്സ് ഓഫീസറായി വർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് കിമ്മിനോട് തിരക്കി. പുതിയ അവസരം വന്നതുകൊണ്ട് തന്നെ അതിന് സാധിക്കും എന്ന് കിം യങ്ഡുവിനെ അറിയിച്ചു. കാങ്ങിനെ നിരീക്ഷിക്കാൻ പുതിയ ടീം ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ യങ്ഡുവിന് ആ ടീമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നും കിം അറിയിച്ചു. വൈകാതെ കാങ് റിലീസ്ഡ് ആവുകയായിരുന്നു. TV ചാനലുകളിലൊക്കെ അതായിരുന്നു വാർത്ത. 15 കുട്ടികളെ പീഡിപ്പിച്ച കുറ്റത്തിന് ജയിലിൽ പോയ വ്യക്തിയാണ് കാങ്. അതേ കാങ്ങാണ് 20 കൊല്ലത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. അടുത്ത 10 കൊല്ലത്തേക്ക് ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിൽ കാങ് ഉണ്ടാകണം. അതിനുവേണ്ടി GPS ട്രാക്കിംഗ് ഡിവൈസ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവന്റെ ദേഹത്തണിയിക്കും. അതിന്റെ ഭാഗമായി കിമ്മും യങ്ഡുവും ടീമും കാങ്ങുള്ള ജയിലിലേക്ക് എത്തി. അവിടെത്തിയ അവർ കാങ്ങിന്റെ ദേഹത്ത് ആവശ്യമായ ഇലക്ട്രിക്കൽ ഡിവൈസുകൾ ഘടിപ്പിച്ചു. അവൻ എപ്പോഴും നിരീക്ഷണത്തിലായിരിക്കുമെന്നും ആവശ്യമില്ലാതെ അത് കേടുവരുത്താൻ ശ്രമിച്ചാൽ കൂടുതൽ പ്രശ്നമാവുകയുള്ളൂ എന്ന് കിം കാങ്ങിനെ വാൺ ചെയ്തു. അന്ന് പോലീസ് എസ്കോർട്ടോടെയായിരുന്നു കാങ് റിലീസ് ചെയ്യപ്പെട്ടത്. വീട്ടിലേക്ക് കാങ്ങിനെ കൊണ്ടുപോകുന്ന വഴിയിൽ മുഴുവൻ ജനങ്ങളുടെ പ്രതിഷേധമായിരുന്നു. കൊറിയൻ നിയമത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് ശിക്ഷകൾ കുറവാണെന്നും കാങ്ങിനെ തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പ്രതിഷേധം തന്നെ അരങ്ങേറിയിരുന്നു. കാങ്ങിനെ സുരക്ഷിതമാക്കി പോലീസ് വീട്ടിലെത്തിച്ചു. കാങ്ങിന്റെ വീടിന് സമീപം കുറച്ചു ദിവസത്തേക്ക് പോലീസ് പട്രോളും ഉണ്ടായിരുന്നു. കാങ്ങിന്റെ റിലീസോടെ അവിടുത്തെ അന്തരീക്ഷം തന്നെ മാറിമറിഞ്ഞിരുന്നു. താമസിക്കുന്ന ആ ചുറ്റുപാടിലുള്ള ജനങ്ങൾ കൂടുതൽ കെയർഫുള്ളായി മക്കളെ നോക്കാനും മറ്റും ആരംഭിച്ചു. ആ ഒരു സമയത്താണ് കാങ്ങിന്റെ പഴയ കൂട്ടാളി കൂടിയായ ബ്യൂങ്സൂൺ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാങ്ങിനെ കാണാനെത്തുന്നത്. കാങ്ങിന് പ്രത്യേകം തയ്യാറാക്കിയ ഒരു ജാക്കറ്റ് ബ്യൂങ്സൂൺ കൊടുത്തു. ആങ്കിൾ ബ്രേസ്ലെറ്റ് ആ ജാക്കറ്റിനകത്ത് വെച്ചാൽ ട്രാക്കിംഗ് പോസിബിൾ ആവില്ല എന്നൊരു കാര്യം കൂടി ബ്യൂങ്സൂൺ കാങ്ങിനെ അറിയിക്കുന്നുണ്ട്. 3 കൊല്ലക്കാലം താൻ ഈ ജാക്കറ്റ് ധരിച്ചിരുന്നെന്നും ഇത് സേഫാണ് എന്നുകൂടി ബ്യൂങ്സൂൺ കാങ്ങിന് ഉറപ്പുകൊടുത്തു. പിന്നാലെ തനിക്ക് വന്ന പുതിയൊരു ഓഫറിനെ പറ്റിയും ബ്യൂങ്സൂൺ കാങ്ങിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സംഭവം എന്തെന്നാൽ മിൻവോക്ക് എന്നൊരു കുട്ടികളുടെ നീലചിത്രങ്ങൾ ഡാർക്ക് വെബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ വെച്ച ഓഫറാണ്. കാങ്ങിന്റെ സഹായത്തോടെ കുട്ടികളെ വെച്ചുള്ള നീലചിത്രങ്ങൾ ഷൂട്ട് ചെയ്ത് നൽകിയാൽ ഓരോ വീഡിയോക്കും മിൻവോക്ക് അവർക്ക് 10 മില്യൺ കൊടുക്കുമായിരുന്നു. അടുത്ത ദിവസം കാങ്ങിനെ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് യങ്ഡു ആയിരുന്നു. എന്തോ പന്തികേട് തോന്നിയ യങ്ഡു കാങ്ങിനെ ഫോളോ ചെയ്യാൻ കിമ്മിന്റെ അനുവാദം ചോദിച്ചു വാങ്ങി. പിന്നാലെ ഫോളോ ചെയ്യാനും ആരംഭിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ കാങ്ങിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന യങ്ഡുവിന് കാങ് മിസ്സാകുന്നുണ്ട്. കാങ് നേരെ പോയത് മിൻവോക്കിനെ കാണുവാനായിരുന്നു. മിൻവോക്കുമായി കാങ് മീറ്റ് ചെയ്തു. കുട്ടികളെ വെച്ചുള്ള ലൈംഗിക വീഡിയോസ് ചിത്രീകരിക്കുന്ന കാര്യത്തെപ്പറ്റി അവർ ഡിസ്കസ് ചെയ്തു. ഓരോ 10 മിനിറ്റ് വീഡിയോക്കും 10 മില്യൺ വെച്ച് തരാം എന്നായിരുന്നു മിൻവോക്കിന്റെ ഓഫർ. ബ്യൂങ്സൂൺ ആണെങ്കിൽ വീഡിയോ റെക്കോർഡിംഗും എഡിറ്റിംഗും താൻ കൈകാര്യം ചെയ്തോളാം എന്നും പറഞ്ഞു. വൈകാതെ യങ്ഡു അന്വേഷിച്ച് അവർ കാറിലുള്ള ഭാഗത്തേക്ക് എത്തിയെങ്കിലും യങ്ഡുവിന് അവിടെ വെച്ച് കാങ്ങിനെ കാണുവാനോ മറ്റോ സാധിച്ചില്ല. കാറിന്റെ വിൻഡോസ് മുഴുവൻ ടിന്റഡ് ആയിരുന്നു. എന്നിരുന്നാലും സംശയമുള്ളതുകൊണ്ട് ആ കാറിന്റെ നമ്പർ അവൻ നോട്ട് ചെയ്തെടുത്തു. പിന്നാലെ കിമ്മിനെ വിളിച്ച് കാങ്ങിന്റെ ട്രാക്ക് തനിക്ക് നഷ്ടപ്പെട്ടതായി അറിയിച്ചു. പിന്നാലെ കിം കാങ്ങിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. കാങ് ഫോൺ എടുത്തിരുന്നു. അപ്പോഴേക്കും കാറിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിരുന്ന കാങ് ഒരു കിംബാബ് ഡിപ്പോട്ടിലേക്കായിരുന്നു എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. പിന്നാലെ കാങ്ങിന്റെ ലൊക്കേഷൻ യങ്ഡുവിനും വന്നെത്തി. ആ ലൊക്കേഷനെ പറ്റി മിസ്റ്റർ മിന്നിന് കാങ് ഇൻഫോം ചെയ്യുന്നുണ്ട്. അടുത്ത് പല കിംബാബ് ഡിപ്പോട്ട് ഉണ്ടായിട്ടും അത്രയും ദൂരെയുള്ള ഒരു കിംബാബ് കട എന്തിനാണ് കാങ് തിരഞ്ഞെടുത്തത് എന്നൊരു സംശയം മിസ്റ്റർ മിന്നിന് തോന്നുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ അത് സംഭവിക്കുകയായിരുന്നു. മിഞ്ചു എന്നൊരു പെൺകുട്ടിക്ക് റോഡ് സൈഡിൽ നിന്ന് ഒരു പപ്പിയെ കിട്ടി. ആ പപ്പിയെ ആ കുട്ടി തലോടിക്കൊണ്ടിരിക്കെ ആരോ വന്ന് പെട്ടെന്ന് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതേ സമയം ലിയങ്ഹു എന്നൊരു ചെറുപ്പക്കാരൻ കാങ്ങുമായും ബ്യോസങ്ങുമായും പരിചയപ്പെട്ടിരുന്നു. കുട്ടിയുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രൊജക്ടിന്റെ കാര്യം പറയാനായിരുന്നു അവൻ എത്തിച്ചേർന്നത്. ഒരു ബോണസ് ഡൗൺ പേയ്മെന്റും ലിയങ്ഹുവിന് കിട്ടി.
കിട്ടുന്നുണ്ട്. ലീ യങ് ഹുവും മുൻകാല കുറ്റവാളിയാണ്. മിൻജു ഈ സമയം ഒരു കാര്യം ശ്രദ്ധിച്ചു. സർവൈലൻസിലുള്ള ലീ യങ് ഹുവിന്റെ ബാറ്ററി 30% ഡൗൺ ആകുന്നു. മാത്രമല്ല കണക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോ ലീ യങ് ഹുവിന്റെ ഫോൺ കണക്ട് ആകുന്നുമില്ല. സംശയം തോന്നിയ മിൻജു ഉടനടി ആ വിഷയം കിമ്മിന് റിപ്പോർട്ട് ചെയ്തു. ലീ യങ് ഹുൻ താമസിക്കുന്ന ഇടത്തല്ല അവനിപ്പോൾ ഉള്ളതെന്നും യാത്ര ചെയ്ത് കാങ്ങൊക്കെയുള്ള ഏരിയയിലേക്ക് അവൻ വന്നിട്ടുണ്ട് എന്നുമായിരുന്നു അത്. പിന്നാലെ കിം ലീ യങ് ഡുവിനെ കോൾ ചെയ്തു. ലീ യങ് ഡുവും മിൻജുവും ചേർന്ന് യങ് ഹുവിനെ കണ്ടെത്താൻ പറയാനായിരുന്നു അത്. യങ് ഡു കാങ്ങിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കെ അതേ ഏരിയയിലേക്ക് കിമ്മും മിൻജുവും എത്തിച്ചേർന്നിരുന്നു. പെട്ടെന്നാണ് അവരവിടെ സഹായിക്കൂ എന്നൊരു അലർച്ച കേട്ടത്. അവർ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു. ഒരു സ്പീക്കറിൽ നിന്ന് യങ് ഹു ആയിരുന്നു ആ ശബ്ദം വെച്ചുകൊണ്ടിരുന്നത്. യങ് ഹുവും സംഘവും ചേർന്ന് അവരെ ആക്രമിച്ചു. യങ് ഹുവിന് മുമ്പ് അവർ പിടികൂടിയതാണല്ലോ. അതിന്റെ വൈരാഗ്യവും യങ് ഹുവിനുണ്ടായിരുന്നു. അവർ കിമ്മിനെയും മിൻജുവിനെയും കീഴ്പ്പെടുത്തി വെച്ചു. മറുവശത്ത് യങ് ഡു കാങ്ങിനെ ഫോളോ ചെയ്യുകയായിരുന്നു. ഒരിടത്തെത്തിയപ്പോ കാങ്ങിന്റെ ആളുകൾ യങ് ഡുവിനെ ട്രാപ്പ് ചെയ്തു. ഒരു കെട്ടിടത്തിനുള്ളിൽ ഷട്ടർ ഇട്ടു വെച്ചു. പിന്നാലെ കാങ്ങിന്റെ ആളുകൾ യങ് ഡുവിനെ ആക്രമിക്കാനും തുടങ്ങി. നിരവധി പേർ യങ് ഡുവിനെ ആക്രമിക്കാനുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും മികച്ച മാർഷൽ ആർട്ട് സ്കില്ലുള്ള യങ് ഡു തന്റെ കഴിവുകൾ അവിടെ വെച്ച് ഉപയോഗിക്കുകയാണ്. സംഭവം ഒന്നടങ്ങിയതും മിസ്റ്റർ കിമ്മിനെ കോണ്ടാക്ട് ചെയ്യാൻ യങ് ഡു ശ്രമിച്ചു. പക്ഷേ ശ്രമിച്ചിട്ടും കിമ്മിന്റെ കോൾ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതോടെ കാര്യങ്ങൾ എവിടെയോ പാളിയിട്ടുണ്ട് എന്ന് യങ് ഡുവിന് മനസ്സിലായി. കാങ് ആണെങ്കിൽ അവന്റെ കണ്ണുവെട്ടിച്ച് പോയിരിക്കുകയാണല്ലോ. കാങ്ങിനെ എങ്ങനെയും കണ്ടെത്തണം. വലിയ അപകടം വല്ലതും സംഭവിക്കുന്നതിന് മുമ്പ് അതിനുവേണ്ടി കാങ്ങിനെ തനിച്ച് ഫോളോ ചെയ്ത് കണ്ടെത്താൻ യങ് ഡു തീരുമാനിച്ചു. ഇതേ സമയം മറുവശത്ത് കാങ്ങും ബ്യുങ്സൂനും തട്ടിക്കൊണ്ടുവന്ന കുട്ടിയുടെ മേൽ ലൈംഗിക ഉപദ്രവം നടത്തി അത് വീഡിയോ ആയി ചിത്രീകരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. യങ് ഡു തനിച്ച് പല വഴിയും നോക്കി. ഒടുവിൽ കാങ്ങുള്ള ഇടം കണ്ടെത്തി ആ ബിൽഡിംഗിലേക്കും എത്തിച്ചേർന്നു. ബേസ്മെന്റിലേക്ക് നീളുന്ന ഫുട് പ്രിന്റുകൾ അവൻ ശ്രദ്ധിച്ചു. അത് ഫോളോ ചെയ്ത് അവൻ അങ്ങോട്ടേക്കും എത്തി. അവിടുത്തെ ഡോറിൽ അവൻ മുട്ടി നോക്കിയെങ്കിലും ആരും അത് തുറക്കുകയോ അകത്തു നിന്നൊരു അനക്കമോ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് സഹായം ചോദിച്ചുള്ള ഒരു സ്ത്രീയുടെ സൗണ്ട് അവൻ കേൾക്കുന്നത്. അങ്ങോട്ടേക്ക് യങ് ഡു കടന്നു കയറാൻ ശ്രമിച്ചു. സൈഡിലെ ജനൽ തകർത്ത് ബിൽഡിംഗിന്റെ അകത്തേക്ക് യങ് ഡു കയറി ചെന്നു. അയൽവക്കക്കാരോട് പോലീസിനെ വിളിക്കാനും അവൻ ഇൻഫോം ചെയ്തിരുന്നു. അകത്തെത്തിയതും യങ് ഡുവിനെ ബിയോങ് സൂൺ ആക്രമിക്കുകയാണ്. വലിയൊരു പോരാട്ടം നടന്നു. എന്നിരുന്നാലും ബിയോങ് സൂവിനെ കീഴ്പ്പെടുത്താൻ യങ് ഡുവിന് കഴിഞ്ഞു. പക്ഷേ ഈ പോരാട്ടത്തിനിടയിൽ കാങ് അങ്ങോട്ടേക്ക് വന്ന് യങ് ഡുവിനെ കുത്തുകയാണ്. ഭാഗ്യവശാൽ കുത്തിയാലും പരിക്കേൽക്കാത്ത തരത്തിലുള്ള ഒരു ജാക്കറ്റ് അവൻ ധരിച്ചിരുന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് പോലീസും എത്തിച്ചേർന്നു. പക്ഷേ അപ്പോഴേക്കും കാങ്ങും കാങ്ങിന്റെ ആളുകളും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു. വളരെയധികം പരിക്കേറ്റിരുന്ന യങ് ഡു ആശുപത്രിയിലായി. കുറച്ചു കഴിഞ്ഞ് യങ് ഡുവിന്റെ ഫാമിലി ആശുപത്രിയിൽ അവനെ കാണാനെത്തിയിരുന്നു. തന്റെ മകന്റെ അവസ്ഥ കണ്ട് അവന്റെ അച്ഛൻ വലിയ തോതിൽ സങ്കടപ്പെട്ടു. അടുത്ത ദിവസം വേദനിപ്പിക്കുന്ന ആ വാർത്ത യങ് ഡുവിനെ തേടിയെത്തിയിരുന്നു. യങ് ഡുവിന്റെ സീനിയറും മാർഷൽ ആർട്സ് ഓഫീസറുമായ ചോ മിൻജോയെ അവർ കൊലപ്പെടുത്തിയിരുന്നു. ചോ മിൻജോയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ അവനും പോയിരുന്നു. കിം സുരക്ഷിതനാണ്. വൈകാതെ യങ് ഡുവിന്റെ പ്രവൃത്തിയുടെ പേരിൽ ബ്രേവ് സിറ്റിസൺഷിപ്പ് അവാർഡും അവന് ലഭിച്ചു. ആ പരിപാടിയിൽ വെച്ചാണ് അവൻ രക്ഷപ്പെടുത്തിയ മിൻജു എന്ന കുട്ടിയുടെ ആന്റിയെ അവൻ മീറ്റ് ചെയ്യുന്നത്. മിൻജു അവനായി ഒരു താങ്ക്സ് ലെറ്റർ കൊടുത്തുവിട്ടിട്ടുണ്ട് എന്ന് ആന്റി അവനോട് പറഞ്ഞു. നടന്ന കാര്യങ്ങളുടെ ട്രോമ ആ കുട്ടിയെ വിട്ടുപോയിട്ടില്ലെന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അവളെന്നും ആന്റി പറഞ്ഞു വെച്ചു. യങ് ഡു ആണ് അവൾക്ക് ജീവിക്കാനുള്ള പ്രചോദനം ഇപ്പോൾ നൽകുന്നത് എന്നും ആന്റി കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. യങ് ഡു തുടർ ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് പോയി. അവിടെ വെച്ച് കൂട്ടുകാർ വന്നപ്പോ മിൻജുവിന്റെ ആന്റിയെ കണ്ട കാര്യവും ആന്റി പറഞ്ഞ കാര്യങ്ങളും അവൻ കൂട്ടുകാരോട് പറഞ്ഞു. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മിസ്റ്റർ കിം കാങ്ങിന്റെ കേസ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ലെന്നും പോലീസിന് കൈമാറാം എന്നും യങ് ഡുവിന് നിർദ്ദേശം കൊടുത്തു. താനും യങ് ഡുവും ചികിത്സയിലായതുകൊണ്ടും മിൻജോ ഇല്ലാത്തതുകൊണ്ടും ഇനി ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നും കിം കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യങ് ഡുവിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. യങ് ഡു തന്നെ കാങ്ങിനെ പിടികൂടാൻ ഇനിഷ്യേറ്റീവ് എടുത്തു. തന്റെ സുഹൃത്തുക്കളെ അതിനുവേണ്ടി യങ് ഡു കൂടെ കൂട്ടി. മികച്ച കഴിവുകളുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടെ അന്ന് യങ് ഡു കണ്ടിരുന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ആ കാറിന്റെ സാന്നിധ്യം അവർ ട്രാക്ക് ചെയ്തെടുത്തു. ആളുടെ അഡ്രസ്സും കണ്ടെത്തിയവർ ആ വീട്ടിലേക്ക് എത്തി. ആ വീടിന്റെ ഉടമസ്ഥൻ കാങ്ങിന് വീഡിയോ പിടിക്കാൻ നിർദ്ദേശം കൊടുത്ത് ഡാർക്ക് വെബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന മിൻവോക്ക് ആയിരുന്നു. മിൻവോക്കിനെ ബന്ദിയാക്കിയവർ മിൻവോക്കിനെ ചോദ്യം
ചോദ്യം ചെയ്തു. ടെക്നിക്കൽ സ്കില്ലുകളുള്ള യങ്ഡുവിന്റെ കൂട്ടുകാരൻ മോയിസ്ചർ മിൻവോക്കിന്റെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറുകയും അതിനുള്ളിൽ അയാൾ സൂക്ഷിച്ചിരുന്ന കുട്ടികളുടെ ലൈംഗിക വീഡിയോസ് വളരെയധികം കണ്ടെത്തുകയും ചെയ്തു. കാങ്ങിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മിൻവോക്ക് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയമാണ് ജൂണ്ടോ എന്ന യങ്ഡുവിന്റെ കൂട്ടുകാരൻ മിൻവോക്കിന്റെ ഫോൺ പരിശോധിക്കുന്നത്. അതിലെ മെസ്സേജുകളുടെ അടിസ്ഥാനത്തിൽ കാങ് എവിടുണ്ടാകും എന്നതവർ മനസ്സിലാക്കിയെടുത്തു. ഒട്ടും വൈകിയില്ല. യങ്ഡുവും കൂട്ടുകാരും ആ ലൊക്കേഷനിലേക്ക് വെച്ചുപിടിച്ചു. മോയിസ്ചർ തന്റെ ഡ്രോൺ ഉയർത്തി കാര്യങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങി. യങ്ഡു ആകട്ടെ മരിച്ചുപോയ മിൻജു സമ്മാനിച്ച ടാക്ടിക്കൽ ഗ്ലൗസും ധരിച്ച് തയ്യാറെടുത്തു. യങ്ഡുവും കൂട്ടുകാരും സ്പ്ലിറ്റപ്പ് ചെയ്ത് കാങ്ങിനായി തിരച്ചിൽ ആരംഭിച്ചു. ഒരു കൂട്ടുകാരൻ വിദഗ്ധമായി ഒരു ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ കാങ്ങും സംഘവും അവിടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. കൂട്ടുകാരനോട് സുരക്ഷിതമായി കാറിലേക്ക് പോവാൻ പറഞ്ഞ ശേഷം യങ്ഡു അങ്ങോട്ടേക്ക് കടന്നു കയറി കാങ്ങിനെയും ആളുകളെയും എതിരിടാൻ ആരംഭിച്ചു. യങ്ഡു കാങ്ങിന്റെ ആളുകളെ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തിക്കൊണ്ടിരിക്കെ കാങ് അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി. കാങ്ങിന്റെ ആളുകളെ അടിച്ചിട്ട ശേഷം ഡ്രോൺ വെച്ച് കാങ് പോകുന്നത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്ന മോയിസ്ചറുടെ സഹായത്തോടെ കാങ്ങിനടുത്തേക്ക് യങ്ഡു എത്തിച്ചേർന്നു. പിന്നാലെ കാങ്ങും യങ്ഡുവും തമ്മിൽ ശക്തമായ ഫൈറ്റ് ആരംഭിച്ചു. കാങ് വളരെയധികം സ്ട്രോങ് ആയിരുന്നു. മാത്രമല്ല ബച്ചർ ഷോപ്പിൽ നിന്നെടുത്ത വലിയൊരു കത്തിയും അവന്റെ പക്കൽ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് യങ്ഡുവിനെ ആക്രമിച്ച് കാങ് താഴെ വീഴ്ത്തി. യങ്ഡു വകവരുത്തപ്പെടും എന്ന ഘട്ടത്തിൽ മോയിസ്ചർ ഉണർന്നു പ്രവർത്തിച്ചു. ഡ്രോൺ കൊണ്ട് കാങ്ങിന്റെ കണ്ണിലേക്ക് ആക്രമിച്ചു. പിന്നെ ഒരു നിമിഷം പോലും യങ്ഡു വേസ്റ്റാക്കിയില്ല. കാങ്ങിനെ ആക്രമിച്ച് യങ്ഡു കീഴ്പ്പെടുത്തി. അവരന്ന് ചെയ്തത് വലിയ പ്രവൃത്തി തന്നെയായിരുന്നു. പ്രവൃത്തിയുടെ പേരിൽ അവർ അംഗീകരിക്കപ്പെട്ടു. പ്രസിഡന്റിൽ നിന്നും യങ്ഡു അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ അവിടെ കിമ്മടക്കം കുറേയധികം പേർ ഉണ്ടായിരുന്നു. ആ അവാർഡ് സെറമണിയിൽ വെച്ച് യങ്ഡു സേവ് ചെയ്ത് മിൻജു എന്ന പെൺകുട്ടിയും യങ്ഡുവിനെ കാണുവാനെത്തി. യങ്ഡുവിനൊരു ബൊക്കെ സമ്മാനിച്ചു. കൂട്ടത്തിൽ തന്നെ രക്ഷിച്ചതിന് യങ്ഡുവിനോട് നന്ദിയും പറഞ്ഞു. യങ്ഡുവിന്റെ ജീവിതം വീണ്ടും പ്രൊബേഷണറി ഓഫീസറായി തന്റെ ആളുകൾക്കിടയിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.